ओम नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः। अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्तभूमामरोगराशिं निरुन्ति वातालयवासविष्णो। Today we are going to read Sloka 6 to 10 in the 46th Dashakam of Sriman Narayaniyam. ശ്രീമദ് നാരായണീയത്തിലെ 46ാമത്തെ ദശകത്തിലെ 6 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അഭിമുദ്ലഭദർശന ഉത്സുകാം ജനനീം താം ബഹുതർപ്പയൻ ഇവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാനി അഭി അഖിലാനി അദീദൃശഃ. अभिमुद्लभदर्शन उत्सुकां जननीं तां बहुतर्पयन्निव पृथिवी निखिलां न केवलं भुवनानि अपि अखिलानि अदीदृशः. अभिमुल्लभदर्शनोत्सुकां जननीं तां बहुतर्पयन्निव पृथिवीं निखिलां न केवलं भुवनानि अपि अखिलानि अदीदृश्यः. भुवनानि अपि अखिलानि अदीदृश्यः. ലേശം മണ്ണെങ്കിലും കാണപ്പെടണം എന്ന് താല്പര്യത്തോടു കൂടിയ ആ മാതാവിനെ വേണ്ടുവോളം തൃപ്തിപ്പെടുത്തുവാനോ എന്ന് തോന്നുമാറ് നിന്തിരുവടി കേവലമായ ഈ ഭൂമി മുഴുവൻ മാത്രമല്ല സകല ലോകങ്ങളെയും കാണിച്ചു കൊടുത്തു. ലേശം മണ്ണെങ്കിലും കാണപ്പെടണം എന്ന് താല്പര്യത്തോടു കൂടി ആ മാതാവിനെ തൃപ്തിപ്പെടുത്തുമാറ് എന്ന് തോന്നുമാറ് നിന്തിരുവടി കേവലമായ ഈ ഭൂമി മുഴുവൻ മാത്രമല്ല സകല ലോകങ്ങളെയും അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം. കുഹചിത് വനം അംബുദിഃ കുചിത് ക്വചിത് അഭ്രം അകോചിത് സോത്രസാതലം. കുഹചിത് വനം അംബുദിഃ ക്വചിത് ക്വചിത് അഭ്രം കുഹചിത് രസാതലം. മനുജാഃ ധനുജാഃ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദ് ആനനേ. കുഹചിത് വനം അംബുദിഃ ക്വചിത് ക്വചിത് അഭ്രം കുഹചിത് രസാതലം. മനുജാ ധനുജാ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദാനനേ. കുഹചിത് വനം അംബുദിഃ ക്വചിത് കുഹചിത് വനം അംബുദിഃ ക്വചിത് ക്വചിദദ്രം കഹചിത് രസാതലം. മനുജാഃ ധനുജാഃ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദ് ആനനേ. കുഹചിത് വനം അംബുദിഃ ക്വചിത് ക്വചിദദ്രം ക്വചിത് രസാതലം. മനുജാ ധനുജാ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദ് ആനനേ. ആ സമയം അങ്ങയുടെ വായിനുള്ളിൽ എന്തു തന്നെ കാണപ്പെട്ടില്ല. ഒരിടത്ത് വൻകൊടി, മറൊരിടത്ത് മഹാസമുദ്രം, മറ്റൊരിടത്ത് ആകാശം, വേറൊരിടത്ത് പാതാളം, മനുഷ്യന്മാർ, അസുരന്മാർ, ഒരു ദിക്കിൽ ദേവതകൾ എന്നിങ്ങനെ പ്രപഞ്ചത്തെയും അതിലെ സകല ചരാചരങ്ങളെയും യശോദ കൃഷ്ണന്റെ വായിൽ ദർശിച്ചു. 3ാമത്തെ ശ്ലോകം. കലശാംബുദിശയിനം ചായിനം പുനഃ പുരവൈകുണ്ഠപദ അധിവാസിനം സ്വപുര ശല്യജ അർഭക ആത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ. കലശഃ അംബുദിശായിനം പുനഃ പരവൈകുണ്ഠപദ അധിവാസിനം സ്വപുരഃ ച നിജ അർഭക ആത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ. കലശാംബുദിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിർജാർഭകാത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ. കലശാംബുദിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ. ആ മാതാവ് അങ്ങയുടെ തിരുമുഖത്തിൽ നിന്തിരുവടിയെ പാൽക്കടലിൽ പള്ളി കൊള്ളുന്നവനായിട്ടും പിന്നെ അതിൽകൃഷ്ടമായ വൈകുണ്ഠ ലോകത്തിൽ അധിവസിക്കുന്നവനായിട്ടും തൻ്റെ പുരോഭാഗത്ത് സ്വന്തം പുത്രൻ്റെ രൂപത്തിലും ഇങ്ങനെ ഏതെല്ലാം പ്രകാരത്തിൽ ദർശിച്ചില്ല. ആ മാതാവ് അങ്ങയുടെ തിരുമുഖത്തിൽ നിന്തിരുവടിയെ പാൽക്കടലിൽ പള്ളികൊള്ളുന്നവനായിട്ടും പിന്നെ ഉത്കൃഷ്ടമായ വൈകുണ്ഠ ലോകത്തിൽ അധിവസിക്കുന്നവനായിട്ടും തൻ്റെ പുരോഭാഗത്ത് സ്വന്തം പുത്രൻ്റെ രൂപത്തിലും ഇങ്ങനെ ഏതെല്ലാം പ്രകാരത്തിലാണ് ദർശിക്കാത്തത്? 9ാമത്തെ ശ്ലോകം വായിക്കാം.
विकसद्भुवने मुखोदरे ननुभूयः अपि तदा विधाननः अनया स्फुटमीक्षितः भवान् अनवस्थां जगदां वद अदनोद् विकसद्भुवने मुखोदरे ननुभूयोऽपि तदा विधाननः अनया स्फुटमीक्षितो भवान् अनवस्थां जगदां वदातनोत् विकसत् भुवने मुख उदरे ननु भूयः अपि तदाविद आननः अनया स्फुटमीक्षित भवान् अनवस्थां जगदां वद अदनोत् പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭുവനത്രയങ്ങളോടും വദനാന്ത ഭാഗത്ത് വീണ്ടും അതുപോലുള്ള തിരുമുഖത്തോടു കൂടിയവനായിട്ട് തന്നെ ഇവളാൽ സ്പഷ്ടമായി കാണപ്പെട്ട നിന്തിരുവടി ലോകത്തിൻ്റെ അവസാനമില്ലായ്മയെ വിശദമാക്കി ചെയ്തു. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭുവനത്രയങ്ങളോടും വദനാന്ത ഭാഗത്ത് വീണ്ടും അതുപോലുള്ള തിരുമുഖത്തോടു കൂടിയവനായിട്ട് തന്നെ ഇവളാൽ സ്പഷ്ടമായി കാണപ്പെട്ട നിന്തിരുവടി ലോകത്തിൻ്റെ അവസാനമില്ലായ്മയെ വിശദമാക്കി കൊടുത്തു. 10ാമത്തെ ശ്ലോകം. ദദത്തത്വം ധിയം തദംഷണം ജനനീം താം പ്രണയേന മോഹയന് നിധനം അമ്പദിശ ഇതി ഉപാസജൻ ഭഗവൻ അദ്ഭുത ബാല പാഹി മാം ധൃതതത്വദിയം തദക്ഷണം ജനനീം താം പ്രണയന മോഹയന് സ്തനമമ്പദിശ ഇതി ഉപാസജൻ ഭഗവൻ അദ്ഭുത ബാല പാഹി മാം ദദത്തത്വദിയം തദക്ഷണം ജനനീം താം പ്രണയേന മോഹയന് സ്തനമമ്പദിശേത്യുപാസജൻ ഭഗവൻ അദ്ഭുത ബാല പാഹി മാം ദ്യുതതത്വദിയം തദക്ഷണം ജനനീം താം പ്രണയേന മോഹയന് സ്തനമമ്പദിശ ഇതി ഉപാസജൻ ഭഗവൻ അദ്ഭുത ബാല പാഹി മാം. അല്ലയോ അത്ഭുത ബാലസ്വരൂപ, സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവേ, അപ്പോൾ അല്പസമയത്തേക്ക് പരമാർത്ഥത്തോടു ബോധത്തോടു കൂടിയ ആ മാതാവിനെ പുത്രവാത്സല്യത്താൽ മോഹിപ്പിച്ചിട്ട് അമ്മിജ തരൂ എന്ന് കൊഞ്ചി പറഞ്ഞുകൊണ്ട് മടിയിൽ കയറിക്കൂടിയ നിന്തിരുവടി എന്നെ രക്ഷിച്ചരളിയാലും. അല്ലയോ അത്ഭുത ബാലസ്വരൂപ, സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവേ, അപ്പോൾ അല്പസമയത്തേക്ക് പരമാർത്ഥത്വ ബോധത്തോടു കൂടിയ ആ മാതാവിനെ പുത്രവാത്സല്യത്താൽ മോഹിപ്പിച്ചിട്ട് അമ്മിഞ്ഞ തരൂ എന്ന് കൊഞ്ചി പറഞ്ഞുകൊണ്ട് മടിയിൽ കയറിക്കൂടിയ നിന്തിരുവടി എന്നെ രക്ഷിച്ചരളിയാലും. ഭഗവാനെ ഗുരുവായൂരപ്പ. നമ്മൾ 46ാമത്തെ ദശകം മുഴുവൻ വായിക്കാം. അയ്യദേവ പുരക്കിലത്വയി സ്വയമുത്താനാശയേ സ്തനന്ദയേ പരിജം പ്രണതോ വ്യപാവൃതേ വദനേ വിശ്വഭജഷ്ടവല്ലഭീ പുനരപ്യര ബാലകൈസമം ത്വയിലീല നിരതേ ജഗത്പദേ ഫലസഞ്ചയ വഞ്ചന കൃത തവ മൃദ്ഭോജന മുജുഹുർ അർഭകാഃ അയിതേ പ്രളയാവതോ വിഭോ ക്ഷിതിതോയാദി സമസ്തഭക്ഷിണഃ മൃദുപാശനദോ രുജാ ഭവേത് ഇതി ഭീതാ ജനനീ ചുകോപസാ അയി ദുർവിനയാത്മകത്വയാ ഇവ മൃത്സാബലവത്സഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദദാം ത്വം പ്രതിജജ്ഞിഷേ ഹസൻ അതിദുർവിനയാത്മകത്വയാ ഇവ മൃത്സാബലവത്സഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദദാം ത്വം പ്രതിജജ്ഞിഷേ ഹസൻ അയിതേ സകലൈഃ വിച്ഛിദേ വിമതിശ്ചേദ്വദനം വിദര്യതാം ഇതി മാതൃവിഭസ്ഥിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയഃ അയിതേ സകലൈർവിച്ഛിദേ വിമതിശ്ചേദ്വദനം വിദര്യതാം ഇതി മാതൃവിഭസ്ഥിതോ മുഖം വികസത് പത്മനിഭം വിധാരയഃ അഭിമുല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം ദിഖിലാം ന കേവലം ഭുവനാനി അഖിലാനി അതീദൃശഃ ക്വചിത് വനം അംബുധി ക്വചിത് ദദ്രം ക്വചിത് രസാതലം മനജാതനുജാ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദാനനേ കലശാംബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാദിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കലിതാ ത്വാം ന ദദർശ സാമുഖേ വികസദ്ഭുവനേ മുഖോദരേ നനിഭൂയോऽപി തദാ വിധാനനഃ അനയാ സ്ഫുടമിക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗദാം വദാതനോത്
ധൃതതത്വദീയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്ഥലമംബദിശേത്യുപാസജൻ ഭഗവൻ അത്ഭുതപാല പാഹി മാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.